ഗോട്ട്. ഈ രണ്ട് വേർഡ്സിന്റെയും യൂസേജസ് ഒന്ന് നോക്കിയാലോ. ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റിന്റെ മീനിങ് വരുന്നത് കിട്ടുക എന്നാണ്. കിട്ടുക. ഗെറ്റ് എന്ന് പറയുന്നത് ആ ഒരു വേർഡിന്റെ ബേസ് ഫോം ആണ്, V1 ഫോം ആണ്. ഗെറ്റിന്റെ പാസ്റ്റ് ആണ് ഗോട്ട് എന്ന് പറയുന്നത്. കിട്ടി എന്നാണ് ഗോട്ടിന്റെ അർത്ഥം. ഇത് V2 ഫോം ആണ്. V1 ഗെറ്റും V2 ഗോട്ടും. ഗോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടി. എനിക്കത് കിട്ടും. എനിക്കത് കിട്ടും എന്ന് പറയുമ്പോൾ ഈ ഒരു സെന്റൻസ് ഫ്യൂച്ചറിലുള്ള ഒരു സെന്റൻസ് ആണ്. ഫ്യൂച്ചറിൽ ഒരു സെന്റൻസ് വരുമ്പോൾ നമ്മൾ സബ്ജക്റ്റിന്റെ കൂടെ വിൽ യൂസ് ചെയ്യും. ഇവിടെ ഐ ആയതുകൊണ്ട് ഐ വിൽ എന്നാണ് വരിക. ഐ വിൽ കിട്ടുക എന്നുള്ളത് എന്താ? ഐ വിൽ ഗെറ്റ്. ഐ വിൽ ഗെറ്റ് ഇറ്റ് അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് ദാറ്റ്. ഇവിടെ അത് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് ഐ വിൽ ഗെറ്റ് ഇറ്റ് അല്ലെങ്കിൽ ഗെറ്റ് ദാറ്റ്. എനിക്കത് കിട്ടി എന്നാണെങ്കിൽ അതിൽ എന്ത് വരും? ഐ ഗോട്ട് ഇറ്റ് എന്നാ വരിക. എനിക്ക് ഓൾറെഡി കിട്ടി. ഐ ഗോട്ട് ഇറ്റ്. എനിക്കത് കിട്ടി. പാസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക. ഈ സൈഡിൽ വരുന്നത് മൊത്തം പാസ്റ്റ് ആണ്, ഈ സൈഡിൽ വരുന്നത് ഫ്യൂച്ചർ ഉണ്ട്, ഇതിൽ പോസിബിലിറ്റി പറയുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. പാസ്റ്റ് ഇത് പ്രസന്റ് അല്ല ഇത്, പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ഫോം ആണെന്നുള്ളത് ആരും ഓർക്കുക. എനിക്കത് കിട്ടിയേക്കാം എന്ന് പറയുമ്പോൾ അതെന്താ? ഒരു പോസിബിലിറ്റി ആണ് കാണിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സാധനം കിട്ടിയേക്കാം. ഐ മൈറ്റ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുക. ഐ മൈറ്റ് ഗെറ്റ് ഇറ്റ്. മൈറ്റ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ഒരു ലെസ് പോസിബിലിറ്റി കാണിക്കാനാണ്. എനിക്കത് കിട്ടിയേക്കാം, പക്ഷെ ഉറപ്പൊന്നുമില്ല, കിട്ടുമായിരിക്കും എന്ന് നമ്മൾ പറയില്ലേ? ഐ മൈറ്റ് ഗെറ്റ് ഇറ്റ്. ഇന്നലെ എനിക്കൊരു സമ്മാനം കിട്ടിയെന്നാണെങ്കിലോ ഇവിടെയും കിട്ടിയെന്നാണ്. അപ്പൊ എന്താ? ഗോട്ട് തന്നെയാണ്. ഐ ഗോട്ട് എ ഗിഫ്റ്റ് യെസ്റ്റർഡേ. സമ്മാനം ഗിഫ്റ്റ് യെസ്റ്റർഡേ. നെക്സ്റ്റ് സെന്റൻസ് എന്താ? നിനക്കത് കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഇവിടെ ഡിഡ് വന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഗെറ്റ് യൂസ് ചെയ്തത്. ഇവിടെ ഡു ആണെങ്കിലും ഡിഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുക. പക്ഷെ ഈ ഒരു സെന്റൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നേരത്തെ കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. പാസ്റ്റിൽ നിനക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമ്മളിവിടെ V1 ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. അവൾക്കൊരു പുതിയ ജോലി കിട്ടി എന്നുള്ളതിന് എന്താ പറയാ? ഷീ ഗോട്ട് എ ന്യൂ ജോബ്. ഇതിൽ വരുന്നതെല്ലാം പാസ്റ്റ് ആണ്. സോ എനിക്കത് കിട്ടും, ഐ വിൽ ഗെറ്റ് ഇറ്റ്. എനിക്കത് കിട്ടി, ഐ ഗോട്ട് ഇറ്റ്. എനിക്കത് കിട്ടിയേക്കാം, ഐ മൈറ്റ് ഗെറ്റ് ഇറ്റ്. ഇന്നലെ എനിക്കൊരു സമ്മാനം കിട്ടി, ഐ ഗോട്ട് എ ഗിഫ്റ്റ് യെസ്റ്റർഡേ. നിനക്കത് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ഇറ്റ്? അവൾക്കൊരു പുതിയ ജോലി കിട്ടി, ഷീ ഗോട്ട് എ ന്യൂ ജോബ്. സോ ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഗെറ്റും ഗോട്ടും യൂസ് ചെയ്യുന്നത്. ഗെറ്റും ഗോട്ടും എന്നുള്ളത് സെയിം വേർഡിന്റെ ഡിഫറെന്റ് ഫോംസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും വേർഡ്സിന്റെ ഡിഫറെന്റ് ഫോംസ് വെച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി കമന്റ് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.